ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകളാണ് അപകട സ്ഥലത്തേക്ക് പോയിരിക്കുന്നത്. കടലിൽ പട്രോളിംഗിൽ ഉണ്ടായിരുന്ന 2 കപ്പലുകൾ, ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് മറ്റൊരു കപ്പലുമാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഡോണിയർ വിമാനവും പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം നേവിയുടെ INS സൂറത്ത് രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ അപകടത്തിൽപ്പെട്ട കപ്പലിന് 270 മീറ്റർ നീളമുണ്ടായെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ശനിയാഴ്ചയാണ് കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ടത്. നാളെ രാവിലെ 9:30 മണിയോടുകൂടി മുംബൈയിൽ കപ്പൽ എത്തേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. കണ്ടെയ്നറുകൾ എത്രയുണ്ട് കപ്പലിൽ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇപ്പോൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും 500-ലധികം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ചില സൂചനകളൊക്കെ ലഭിക്കുന്നത്. ഇതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. സ്ഥിരീകരിക്കേണ്ട വിവരങ്ങൾ ഇനി പുറകെ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ വളരെ കൃത്യമാണ്. 3 കപ്പലുകൾ ഇപ്പോൾ അങ്ങോട്ടേക്കുണ്ട്. ഒന്ന്, കടലിൽ സാധാരണ രീതിയിലുള്ള പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ. മറ്റൊന്ന്, ഈ അപകടം പറഞ്ഞ് ഒരു കപ്പൽ കൂടി പോകുന്നു കോസ്റ്റ് ഗാർഡിന്റെ. അതോടൊപ്പം തന്നെ നാവികസേനയുടെ INS സൂറത്ത് ഇതിന് നേതൃത്വം വഹിക്കാനായി ആ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ആ രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഷീജ, സമഗ്രമായ ഒരു രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകൾ, ഒപ്പം തന്നെ നാവികസേനയുടെ INS സൂറത്ത്, മറ്റ് ഡോണിയർ വിമാനങ്ങളടക്കം വലിയൊരു സംഘം രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. നാളെ രാവിലെ മുംബൈയിലെത്തേണ്ട കപ്പലാണ്. ശനിയാഴ്ച കൊളംബോയിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും മനു, ഏതായാലും ഈ ഒരു ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് ഈ കടലിൽ ചാടിയ 18 ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തന്നെയാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ സംസ്ഥാനവും സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകളും അതോടൊപ്പം തന്നെ നേവിയുടെ ഒരു കപ്പലും INS സൂരത്തും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും അടിയന്തരമായി ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്തി ഏത് തീരമാണോ അടുത്തുള്ളത്, കോഴിക്കോടാണോ എറണാകുളം ാണോ അടുത്തുള്ളത്, ആ തീരത്തേക്ക് അടിയന്തരമായി തന്നെ എത്തിക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ജില്ലകളുടെയും ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവരെ ആ തീരത്തേക്ക് എത്തിക്കുന്ന മുറയ്ക്ക് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനും മതിയായ ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരിക്കാനുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാർ വേണ്ട മുൻകരുതൽ നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡുമായി നിരന്തരം സംസാരിച്ചു തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജില്ലാ കളക്ടർമാരുടെ ഇടപെടൽ കൂടി. ഏതായാലും ജില്ലാ കളക്ടർമാർ 2 ജില്ലകളിലും തീരത്തേക്ക് ഇവരെ എത്തിക്കുമ്പോൾ മാറ്റുന്നതിന് വേണ്ടി, ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അതൊക്കെ ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജീവനക്കാരെ അവിടെ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ്, കടലിൽ ചാടിയവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ നടത്തുന്ന രക്ഷാപ്രവർത്തനം. ദ്രുതഗതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ കടലിൽ ചാടിയവർ പല ഭാഗത്തേക്കായി നീന്തി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ കണ്ടെത്തി അവിടെ നിന്നും രക്ഷപ്പെടുത്തേണ്ട ഒരു വലിയ ദൗത്യം തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ആ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ 4 കോസ്റ്റ് ഗാർഡിന്റെ 3 നേവിയുടെ ഒരു കപ്പലും ചേർന്നുകൊണ്ട് ഇപ്പോൾ നിർവഹിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും കേവലം 20 കണ്ടെയ്നറുകൾ മാത്രമാണ് ഇപ്പോൾ ഈ വാൻഹായ് 503 നിന്നും കടലിൽ പതിച്ചു എന്നുള്ള വിവരം വരുന്നത്. പക്ഷേ ഏകദേശം 500ഓളം കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ കണ്ടെയ്നറുകൾ ഇതിനിപ്പോൾ കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങുകയാണെങ്കിൽ കണ്ടെയ്നറുകൾ നമുക്കറിയാം, കഴിഞ്ഞ തവണ എൽസ 3 എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയപ്പോൾ ഉണ്ടായ സാഹചര്യം പൂർണ്ണമായും കടലിലേക്ക് പതിക്കുകയാണെങ്കിൽ അത് പല തീരങ്ങളിലേക്കായി എത്താനുള്ള ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരശേഖരണം കൂടി ഇതിനൊപ്പം തന്നെ, ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെതായ രീതിയിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ കേന്ദ്രത്തെയും ഈ വിഷയത്തിൽ, കാരണം ഇതൊരു അന്താരാഷ്ട്ര കപ്പൽച്ചാലിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനം. ആ രീതിയിലുള്ള കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മനു. തീർച്ചയായും. ഒപ്പം തന്നെ മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പലതവണ പൊട്ടിത്തെറികൾ കപ്പലിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ പരിശോധിച്ച് ഏറ്റവും സുരക്ഷിതമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നത്. ഷീജ,
തീർച്ചയായും മനു, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഒരു തവണയല്ല കപ്പലിൽ ഇതിനകം തന്നെ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്, നിരവധി തവണ പൊട്ടിത്തെറി ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് തീപിടുത്തത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇനിയും പൊട്ടിത്തെറിക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം അത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ച് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനായി കോസ്റ്റ് ഗാർഡും നേവിയും ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊർജിതമായ ശ്രമം തന്നെയാണ് ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ രീതിയിലുള്ള ഇടപെടൽ നടത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി അവരെ എത്രയും വേഗം കണ്ടെത്തി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ വലിയ പ്രതിസന്ധി തീർക്കാൻ സാധ്യതയുള്ളത് ഈ കപ്പലിൽ നിന്ന് നിരന്തരം ഉണ്ടായിരിക്കുന്ന ഈ ഒരു പൊട്ടിത്തെറിയും തീപിടുത്തവും തന്നെയാണ്. അതിന് ഏത് രീതിയിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ മുന്നിൽ കാണുന്നത്. മനു.